everyone. In 24th July, Friday 2026. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എരമല്ലൂരിൽ നിന്നും തുറവൂരേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഓൺ ദ NH66 എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് മേളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ എന്താണ് അവസ്ഥ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കിത് കാണാം. ആൻഡ് ബൈ ദ വേ, ഈ റോഡ് ഇലൂമിനേറ്റ് ആയിരിക്കുന്നത് HJGയുടെ വേമേക്കർ 4 എന്ന് പറയുന്ന ഒരു മോഡൽ ഫോഗ് ലൈറ്റ്സ് വെച്ചിട്ടാണ്. അത് ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേ ഉള്ളൂ. ഈ റോഡ് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുഴികളും കല്ലും കട്ടയും കാര്യങ്ങളൊക്കെ റോഡിലുണ്ടായിരിക്കും. സർപ്രൈസ് ആയിരിക്കും, ഓരോ ദിവസവും ഓരോ അവസ്ഥയായിരിക്കും. അപ്പോൾ ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺസ്, സം പേഴ്സണൽ റീസൺസ്, എനിക്ക് റോഡ് പ്രോപ്പറായിട്ട് കണ്ട് കുഴിയിലും കട്ടയിലും ഒന്നും കയറാതെ പോയാലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഫോഗ് ലൈറ്റ് വയ്ക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ആസ് യു ക്യാൻ സീ, ഹെഡ്ലൈറ്റിൻ്റെ റീച്ചിനേക്കാളും താഴെയാണ് ഞാൻ ഫോഗ് ലൈറ്റിൻ്റെ ഫോക്കസ് പോയിന്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്നവർക്കും വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്ത് നോക്കി, ബാക്കിയുള്ള 1-2 ഫ്രണ്ട്സിനെയൊക്കെ ഓപ്പോസിറ്റ് നിർത്തിയിട്ട് നോക്കി, കുഴപ്പമില്ല എന്ന് എല്ലാവരും പറഞ്ഞു. സോ അതിൻ്റെ ബേസിസിൽ വെച്ചതാണ്. അപ്പം എന്തായാലും വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെയൊക്കെ പലയിടത്തും കുഴികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഇലിമിനേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഈ റൂട്ടിൽ പോകുന്നവർക്ക്, സ്ഥിരം ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഒരു ഫോഗ് ലൈറ്റ് ഉണ്ടെങ്കിലും. ഇപ്പോൾ ഏകദേശം നമ്മൾ ചമ്മനാട് കഴിഞ്ഞു, കോടന്തൂരത്ത് എത്താറായി. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാച്ച് ഈ റീസെൻ്റ്ലി ഫിക്സ് ചെയ്തേ ഉള്ളൂ. ഇവിടെയൊക്കെ നിറച്ച് കുഴികളായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു സെക്ഷൻ മുതൽ പാലത്തിൻ്റെ ഇറക്കം വരെ, പാലം ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദൂരവും നല്ല വൃത്തിയുണ്ട്. റോഡ് നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഏകദേശം കുത്തിയോട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുത്തിയോട് പാലം കയറുവാണ്. പാലത്തിൻ്റെ സൈഡിലുള്ള ഡിവൈഡറിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് വളരെ മോശമായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി ഒരു 2 ആഴ്ച മുന്നേ ഇത് ഫിക്സ് ചെയ്തു, അവർ റീടാറിങ് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴും ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ പണി നടന്നിരുന്ന സമയത്ത് ഇവർ താഴെ പോകുന്നവരുടെ അല്ലെ വണ്ടിയുടെ പുറത്ത് ഒന്നും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വച്ചിരുന്ന സേഫ്റ്റി നെറ്റ് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും മാറ്റിയിട്ടില്ല. അതിനകത്ത് നിന്ന് ഇപ്പോഴും കല്ലും മണ്ണും ഒക്കെ വീഴുന്നുണ്ട്. ചിലപ്പോഴൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് വണ്ടിയുടെ പുറത്ത് വീഴുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി 2025 ഒരു ടൈമിലെടുത്ത വണ്ടിയാണ്, ലാസ്റ്റ് എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം 1 വർഷം ആകുന്നു. ഈ 1 വർഷത്തിനിടയിൽ എൻ്റെ വണ്ടിയിൽ ഒരുപാട് പ്രാവശ്യം സിമെൻറ്റും പെയിൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് വെഹിക്കിൾസ് സ്റ്റോപ്പ് ചെയ്യാതെ പെയിൻറ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ ഒരുപാട് പെയിൻറ്റ് ഡ്രോപ്സും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ശരിയാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അടച്ച ടാക്സും ഞാൻ അടച്ച കാര്യങ്ങളൊക്കെ ഇവർ തിരിച്ചെനിക്ക് തരണം. റീഫണ്ട് ചെയ്ത് തന്നാൽ മാത്രമേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലിറ്ററലി പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ അവിടെ തൊട്ട് ബാക്കിലെ ഗ്ലാസും ബാക്കിലെ ബമ്പർ വരെ ഫുൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഇവന്മാർ നശിപ്പിച്ച് വെച്ചിരിക്കുക. നമ്മൾ അറിയ പോലും ഇല്ല ഇവന്മാർ ആക്ച്വലി ഇത് ചെയ്യുന്നത്. പലപ്പോഴും വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ ഇവിടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതെ അവിടെ നിന്നും സിമെൻറ്റും കാര്യങ്ങളൊക്കെ റോഡിൽ വീണ് കിടപ്പുണ്ടാവും. മുന്നേ പോകുന്ന വണ്ടിയുടെ വീലിൽ അത് കയറും, ചാടി നമ്മുടെ വണ്ടിയിലേക്ക് കയറി പിടിക്കും.
അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ റോഡിൽ കൂടി പോയി വരുന്നു, ചെളിയാണ്, അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മൾ പോയി വരുമ്പോഴത്തേക്കും എങ്ങനെയാണോ വണ്ടി ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ സംഭവം നമ്മളിത് കൊണ്ടുപോയി വാഷ് ചെയ്യുമ്പോഴാണ്, വാഷ് ഏരിയയിലുള്ള ആൾക്കാരാണ് പറയുന്നത്, സാർ ഇത് വെറുതെ ഡേർട്ടല്ല, സംഭവം സിമെൻറ്റും അതൊക്കെയാണ് ഈ ഇരിക്കുന്നത്, ഇത് പോവില്ല, നമ്മളിത് സ്ക്രബ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല, ഇത് ഡീറ്റെയിലിങ്ങിൽ കൊണ്ടേ കൊടുത്ത് രണ്ടാമത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കേണ്ടി വരുമെന്ന്. ഇൻഫാക്റ്റ് ഞാൻ കൊച്ചിയിലുള്ള 1-2 മേജർ ഡീറ്റെയിലിംഗ് ഷോപ്പുകളിൽ ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചു. എൻ്റെ വണ്ടിയിൽ എന്നെ പോലെ അവിടെ ഇവിടെയൊക്കെ 2-3 സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാക്കണം. എന്നെ പോലെ നമ്മൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, അപ്പോൾ അവിടെ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് കാരണം പെയിൻസ് എൻ്റെ ഇത് അവിടെ ഇവിടെ ആയിട്ട് സ്പോട്ടുകളുണ്ട്, ഡ്രോപ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാർ ആദ്യം ആക്ച്വലി പ്രോപ്പറായിട്ട് അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് സെറ്റാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ അങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, കാരണം എങ്ങനെയൊക്കെ നാശകോശമായിരിക്കുന്ന വണ്ടിയും കൊണ്ട് അവരുടെ അടുത്ത് നിന്ന് അവർ ചെയ്ത് തന്നിട്ട് അത് ശരിയായില്ലെങ്കിൽ അവർക്ക് ചീത്തപ്പേരായി മാറുമെന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ ചോക്ക് പോയിൻ്റായ തുറവൂരേക്ക് ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. തുറവൂർ ജംഗ്ഷൻ മേ ബി ഒരു 200 മീറ്റേഴ്സ് മുന്നിലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ വന്ന് നമ്മൾ ഈ ഓൾമോസ്റ്റ് ഏത് സമയത്ത് വന്നാലും നമ്മളിവിടെ പോസ്റ്റ് ആവും. അതിപ്പോൾ പകലാണെങ്കിലും ശരി, രാത്രിയാണെങ്കിലും ശരി. എനിക്ക് തോന്നുന്നു മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോഴാണ് ഈ റോഡ് ഒരു അല്പം ഫ്രീ ആവുന്നത്, ട്രാഫിക് ഒഴിഞ്ഞു കഴിയുമ്പോൾ. അതുവരെ നല്ല ബ്ലോക്കായിരിക്കും. ആ ബ്ലോക്കിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ എലിവേറ്റഡ് ഹൈവേ വന്ന് തീർന്നിട്ട് അതിലേക്കുള്ള അപ്രോച്ച് റോഡ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പൈലിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ എൻഡിലേക്ക്, അതായത് തീരുന്ന ആ എൻഡിലേക്ക് ചെല്ലുമ്പോൾ റോഡിന് ഇത്രയും വീതിയില്ല. 2 സൈഡിലും കുഴികളും കാര്യങ്ങളും, അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങ് അറ്റത്ത് അവർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ബാരിയർ വെച്ച് നാരോ ആക്കിയിട്ടുണ്ട്, കാരണം അവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ട വണ്ടികൾ മുഴുവൻ, ഇപ്പോൾ എൻ്റെ പുറകിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അത്രയധികം വണ്ടികൾ ഇവിടെ വന്ന് ബ്ലോക്കിൽ പെടും. എല്ലാ ദിവസവും എങ്ങനെ പോയാലും ഒരു 10-20 മിനിറ്റ് ചിലപ്പോഴൊക്കെ ഇവിടെ വന്ന് കിടക്കാറുണ്ട്. ഞാനെന്തായാലും കൂടുതൽ പരാക്രമമൊന്നും കാണിക്കാറില്ല, വെയിറ്റ് ചെയ്യുക, നമ്മുടെ ചാൻസ് വരുമ്പോൾ പോവുക, അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. വേറെ ഒന്നുമല്ല, ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ബോട്ടിൽ നെക്കാണ്. ആ ബോട്ടിൽ നെക്ക് ആക്ച്വലി ഇവർക്ക് അവോയ്ഡ് ചെയ്യാം, ഒരു അല്പം കൂടി സ്പേസ് ക്രിയേറ്റ് ചെയ്ത് 2 വരി വണ്ടികൾക്ക് പാസ് ചെയ്യുന്ന രീതിയിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാകും. മാത്രമല്ല, അങ്ങ് എൻഡിലുള്ള റോഡ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കട്ട് ചെയ്ത് പോകുന്നത്, അതായത് ജംഗ്ഷൻ കൂടി പാസ് ചെയ്ത് മെയിൻ റോഡിലേക്ക് തിരിച്ച് കയറുന്ന അത്രയും ഭാഗത്തുള്ള റോഡ് കൂടി ഒന്ന് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ടാർ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരുന്നെങ്കിൽ ഈ വണ്ടികൾ ഇത്രയും സ്ലോ ആവില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാത്ത ആൾക്കാരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കുഴികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേയുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അതേപോലെ തന്നെ NH-66 വീതി കൂട്ടലിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ട്രിവാൻഡ്രം വരെ റോഡ് പണി നടക്കുന്നുണ്ട്. കൊല്ലം സൈഡിൽ പലയിടത്തും വളരെ മോശമായ, അതായത് വളരെ എന്താ പറയുക, അൺസയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടും, കറപ്ഷൻ എന്ന് വേണം സിമ്പിളായിട്ട് പറയാം, ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് പലയിടത്തും കെട്ടി വെച്ചിരുന്ന ആ ഒരു ലോക്കിംഗ് ഇട്ട് കെട്ടുന്നൊരു കല്ലുണ്ട്, അത് സിംഗിൾ വരിയിട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതും പ്രോപ്പറായിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിതെല്ലാം കെട്ടിപ്പൊക്കി എല്ലാം കഴിഞ്ഞ് റോഡ് വിട്ട് കഴിയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇതില്ല എന്നുണ്ടെങ്കിൽ റോഡിൽ നിന്നുള്ള വെള്ളം പതുക്കെ ഈ മണ്ണിട്ട് പൊക്കിയിട്ടാണല്ലോ അവരിത് ചെയ്യുന്നത്, അതിനകത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഈ സിംഗിൾ ലോക്കിംഗ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് അത്. നിങ്ങൾ ഈ ഇതിൻ്റെ സൈഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഇങ്ങനെ ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ടിരിക്കുന്ന ആ കല്ല്. അത് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ മണ്ണിട്ട് പൊക്കിയിരിക്കുന്ന ആ മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഒലിച്ചു പോവുക. അതുകൊണ്ടാണ് പലയിടത്തും ഈ സാധനം ഇടിഞ്ഞു പോവുകയും ചെരിഞ്ഞൊക്കെ നിൽക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നത്. അതേ സെയിം പരിപാടിയാണ് ഇവിടെ തുറവൂരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ, കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് അടുത്ത മഴക്കാലമൊക്കെ വരുമ്പോൾ, ഈ പണിയെല്ലാം തീർന്ന് അതിൻ്റെ അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്കും മിക്കയിടത്തും ഈ സിംഗിൾ വരിയായിട്ടിട്ട് കെട്ടി വെച്ചിരിക്കുന്ന, ഈ കല്ലിട്ട് കെട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും. ഇത് രണ്ടാമത് പൊളിച്ചു പണിയേണ്ട അവസ്ഥയാവും.
ടെക്നിക്കലി പറഞ്ഞാൽ എനിക്കറിയില്ല, സിവിൽ എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അരൂർ വ്ളോഗർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഞാൻ 1-2 പ്രാവശ്യം ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. പുള്ളി കൺസേൺ 2-3 പ്രാവശ്യം കണ്ടിട്ട് പറയുകയും അതവിടെ നിന്നിരുന്ന എഞ്ചിനീയർമാരോട് ചോദിച്ചപ്പോൾ പറയുന്നത്, സാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിംഗിൾ വരിയിട്ട് ചെയ്താൽ മതി, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്നാണ് പുള്ളിക്ക് കിട്ടിയ ഉത്തരം. ഞാൻ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു കൈൻഡ് ഓഫ് കറപ്ഷനാണ്. അവർ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി സിംഗിൾ വരി കല്ലിട്ട് കെട്ടുവാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ 3 വരിയായിട്ടാണ് ഇപ്പോൾ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 വരിയും ആക്ച്വലി ഒരു 10-20 മീറ്റർ, 20 അല്ല ഒരു 50 മീറ്ററോട് ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ മെർജായിട്ട് സിംഗിൾ ലൈനിലേക്ക് പോകും. ആ സിംഗിൾ ലൈനിൻ്റെ മെർജറിൻ്റെ അവിടെ തന്നെ റോഡ് ഭയങ്കര മോശം കണ്ടീഷനാണ്. അതുകൊണ്ട് ഇത്രയും ട്രാഫിക് ബ്ലോക്ക്. ഓളോക്കാരൻ മിടുക്കൻ ലെഫ്റ്റിൽ കൂടി കയറി വന്നു, എന്നിട്ട് നൈസായിട്ട് ലെഫ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മളെ ബ്ലോക്ക് ചെയ്ത് കയറി. MH40 AC 8514. ഇവിടത്തുകാരനായിരുന്നെങ്കിൽ മലയാളത്തിൽ 2 തെറിയെങ്കിലും വിളിക്കാറുണ്ട്. ഇപ്പോൾ അത് വിളിച്ചാലും മനസ്സിലാവില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ ആൾക്കാരും കണക്കാണ്. ഇതെല്ലാം നാടിന് വേണ്ടിയാണ്, നാട്ടുകാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. എല്ലാവരുടെയും പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടുന്ന ഓരോരോ പരിപാടികളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇന്ത്യ മൊത്തം ഇത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. നമ്മളിതെല്ലാം ഭയങ്കര യൂസ്ഡ് ആയി. അതുകൊണ്ട് എന്താ പറയുക, കറപ്ഷനും കാര്യങ്ങളും ഇതിങ്ങനെയാണെന്ന് നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത്, അത് ഇന്ന പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ പാർട്ടിക്കാരും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് നടക്കുമ്പോഴത്തേക്കും ഇതല്ല, അതിങ്ങനെയൊക്കെയാണ്, ഇന്ത്യ അല്ലേ, ഇന്ത്യ ഇങ്ങനെയാണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ചോദിച്ചിട്ടും കാര്യമില്ല. അധികം ചോദ്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ പാർട്ടിക്കാരും ആൾക്കാരൊക്കെ ഇടപെട്ട് നമ്മളെ അടിച്ചൊതുക്കി കളയും. അതാണ് വേറൊരു കോമഡി. നമ്മളൊരു കണക്കിന് നിരങ്ങി അങ്ങ് ആ മെയിൻ ജംഗ്ഷൻ്റെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ ഈ റൈറ്റിൽ കാണുന്ന വണ്ടികളെല്ലാം പതുക്കെ ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറും. ഈവനിങ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കാം. അപ്പോൾ ഇവിടെ ഈ കല്ലുകളൊക്കെ ഇരിക്കുന്നുണ്ടോ ഈ സൈഡിൽ, ഇതൊക്കെ ഒന്ന് ഇത്തിരി കൂടി ഒതുക്കി കഴിഞ്ഞാൽ, ഒതുക്കിയിട്ട് ഇവിടെ ഒന്ന് ഈ വരുന്ന നമ്മൾ അവിടെ നിന്ന് കുത്തിയോടുന്നാലും അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഉള്ള അത്രയും തന്നെ അത്രയും വീതിക്ക് വേണമെന്നില്ല, ഒരു 2 ട്രാക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ 2 ട്രാക്കിൽ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ് വരെയെങ്കിലും സ്മൂത്തായിട്ട് നമുക്ക് പോകാമായിരുന്നു. ക്യാമറ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സക്ഷൻ കപ്പ് സിസ്റ്റത്തിലാണ്. അത് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുവാണ്. ഇവിടുത്തെ കുഴികളിൽ കൂടി പോകുമ്പോൾ ഓക്കെ, താഴെ പോയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ തുറവൂർ ജംഗ്ഷൻ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പൈലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്രയും വീതി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ്, ഇത്രയും ഒതുക്കിയാണ് റോഡ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് മേജർ വർക്കെല്ലാം നടക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത പോർഷനിൽ അധികം കാര്യമായൊന്നും നടക്കുന്നില്ല. ഈ ഒരു സെക്ഷനിൽ അവർ പ്രോപ്പറായിട്ടുള്ള ബാരിക്കേഡും കാര്യങ്ങളൊന്നും ചെയ്ത് ആ ഒരു വർക്ക് നടക്കുന്ന ഏരിയയും ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഏരിയയും തമ്മിൽ
പ്രോപ്പർ സെപ്പറേഷൻ ചെയ്തിട്ടില്ല. ഇവിടെ കുറച്ച് കുറ്റികൾ അടുക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം ചെളി പിടിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുകയില്ല ഇരട്ടത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ സിംഗിൾ ലൈൻ ആയിട്ട് വരിയായിട്ട് കെട്ടി വെച്ചിരിക്കുന്ന കല്ല്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം ഫ്യൂച്ചറിൽ നമുക്ക് തന്നെ പാരയാവുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അവന്മാർക്ക് വീണ്ടും വന്ന് ഒരു 50 കോടി 100 കോടിയുടെ പണി ചെയ്യാൻ പാകത്തിനാണ് കെട്ടിപ്പൊക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താവും എന്നുള്ളത്. ഇതെല്ലാം എന്തായാലും യൂട്യൂബിൽ തന്നെ ഉണ്ടാവുമല്ലോ. അന്ന് മേ ബി നമുക്കിതെല്ലാം ഒരു പ്രൂഫായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ തുറവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ബാക്ക് ടു NH66 കയറിയതിന് ശേഷമുള്ള ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു സെക്ഷനിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 500-600 മീറ്ററോളം ഈ സൈഡ്, അതായത് നമ്മൾ ചേർത്തലയ്ക്ക് പോകുന്ന സൈഡിലൂടെയാണ് വെഹിക്കിൾസ് അങ്ങോട്ട് പോകുന്നത്. ചേർത്തലയ്ക്ക് പോകുന്നതും ചേർത്തലയിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ ട്രാക്കിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ സൈഡിലെ ട്രാക്കിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു അല്പം റിസ്ക്കിയാണ്. പലപ്പോഴും KSRTC ബസ്സുകളും ചില ട്രക്കുകളൊക്കെ ഓവർടേക്കിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ട്രീം റൈറ്റിലേക്ക് കയറി വന്ന് ഓവർടേക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി 2-3 പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കൂടിയാണത്. ഓക്കെ, അവിടെ നിന്ന് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹൈവേ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ ട്രാക്ക് ഓപ്പൺ ആണ്. നമുക്ക് ഇതുവഴി കയറി കണ്ടിന്യൂ ചെയ്യാം ചേർത്തലേക്കുള്ള യാത്ര. ഓഡിയോ എന്തുമാത്രം ക്ലിയർ ആണെന്ന് വീഡിയോ പ്ലേ ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. നോക്കാം. നമ്മൾ ഏകദേശം പൊന്നാമ്പള്ളിയൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, സ്കൈ വാക്കെന്നോ അല്ലെങ്കിൽ ബ്രിഡ്ജ് പോലെ മെറ്റലിലാണ് തീർക്കുന്നത്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് തീരാറായി. കാരണം ഈ ഒരു ഏരിയയൊക്കെ ഭയങ്കര ഒരുപാട് കുട്ടികളും ആൾക്കാരും ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഒരു ഓഫീസ് ടൈമിലൊക്കെയാണ് ഈ സൈഡ് ഇതുവഴി പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വരണം. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ വന്ന് വട്ടം ചാടും. അത് അവർ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഇത് NH66 ആണെന്ന്. ബട്ട് സ്റ്റിൽ അവർക്ക് വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളത്. അത് ഇത്രയും റോഡ് അഡ്വാൻസ്ഡ് രീതിയിൽ വീതി കൂട്ടി ചെയ്തതിന് ശേഷവും പഴയ രീതിയിൽ ചെയ്താൽ എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് അവർ മനസ്സിലാക്കാതെയാണ് ഇപ്പോഴും റോഡ് ക്രോസ് ചെയ്യുന്നത്. കാരണം ഇതിലെ ട്രാവൽ ചെയ്യുന്നത് ശരിയായിരിക്കാം, ഒരു 80% ഇവിടെ തന്നെയുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ബാക്കിയുള്ള 20% ഉണ്ടല്ലോ ട്രക്കുകളും അതർ സ്ട്രീറ്റ് വണ്ടികളും. അവർ അതർ സ്ട്രീറ്റിൽ ഹൈവേയിൽ കൂടി വണ്ടി ഓടിക്കുന്ന അതേ ലാഘവത്തോടെ ആയിരിക്കും ഇവിടെ ഓടിക്കുന്നത്. നമ്മളിവിടെ സ്ഥിരം റോഡ് ക്രോസ് ചെയ്യുന്നതാണെന്ന് അവർക്ക് അറിയേയില്ല. അവർ വന്ന് ചാടി തരും. അവരുടെ ഫ്രണ്ടിൽ പോയി ചാടി കൊടുത്താൽ തീർന്നു. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം പട്ടണക്കാട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പട്ടണക്കാട് പബ്ലിക് സ്കൂളിൻ്റെ അടുത്തെത്തി. ഇവിടെ ഓപ്പൺ അല്ലായിരുന്നു. നമുക്കൊന്ന് ഓക്കെ, ഇവിടെ ഇന്നലെ വരെ റൈറ്റ് സൈഡിലേക്കുള്ള ഈ ഇത് കട്ടിങ് ഓപ്പൺ അല്ലായിരുന്നു. റോഡിൻ്റെ കണ്ടീഷൻ, ഈ റോഡിൽ നിന്ന് അപ്പുറത്തതിലേക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വണ്ടി വലിയൊരു കുഴിക്കകത്ത് ഇറങ്ങിയിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ. അത് ബേസിക്കലി ഡിവൈഡറിന് വേണ്ടിയിട്ട് അവർ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺക്രീറ്റിങ് ചെയ്ത് കമ്പി ഇട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ആ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് കുഴിച്ചിട്ടുള്ള കുഴിയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ആ ഒരു ഭാഗം അങ്ങനെ കിടക്കുന്നത്. സ്കൂളിന് ശേഷം വയലാർ കവല ആ സൈഡ്, ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് നരസിംഹ ഫ്യൂൽസ് ആണ്, HP യുടെ പമ്പ്. ഇവിടെയൊക്കെ അവരാദ്യം റോഡ് ടാറിങ് ചെയ്ത് വെച്ചിരുന്നതാണ്. അവിടെയൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇപ്പോൾ ആ കോൺക്രീറ്റിൻ്റെ കമ്പികൾ, കോൺക്രീറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈഡറിൻ്റെ കമ്പികൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സെക്ഷൻ നല്ല ഒരു റോഡാണ്, പക്ഷെ അത്യാവശ്യം നമുക്ക് ഫ്രീ ഫ്ലോയിങ് ട്രാഫിക് കിട്ടും. ഇവിടെ വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി മുന്നേ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്, എനിക്ക് തോന്നുന്നു ബിഷപ്പ് മൂർ ആണെന്ന് തോന്നുന്നു. ആ സ്കൂളിൻ്റെ തൊട്ടിപ്പുറയായിട്ട് ഇതുപോലെ തന്നെ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റൽ ബ്രിഡ്ജിൻ്റെ എന്തോ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് എന്തൊക്കെയോ അൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വണ്ടിയും കിടക്കുന്നത് കാണാൻ ഇടയ്ക്ക്. ഇതാണ് ആ പോയിന്റ്. ഇത് രാത്രി വരുന്നവർ അല്പം സൂക്ഷിക്കണം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കാർ ഇവിടെ പോയി ഇടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങിപ്പോയതായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ഒരു പോയിന്റ് മാത്രം സൂക്ഷിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിലൊരു KFC ഉണ്ട്. ഡ്രൈവ് ത്രൂ ഒക്കെ ഉള്ളൊരു KFC ആണ്. അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പാണ്. അതുവരെ കയറിയിട്ടില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ കയറണം. റൈറ്റ്, അങ്ങനെ നമ്മൾ ഏകദേശം ചേർത്തല അടുത്തെത്താറായിട്ടുണ്ട്. ഈ ഒരു സൈഡ് എത്തി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഹൈവേന്ന് ഇറങ്ങിയിട്ട് പഴയ റോഡിൽ കൂടി വേണം പോവാൻ. ഇവിടെ തിങ്ക് ഗ്യാസ് CNG ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്, CNG ഫ്യൂൽ സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു അരൂരിൽ നിന്ന് നമ്മൾ ചേർത്തല വരെ ഓടുന്നതിനിടയ്ക്ക് CNG ഫ്യൂൽ സ്റ്റേഷൻസ് കുറവാണ്. അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂൽ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തത്. ഓൾമോസ്റ്റ് ചേർത്തല കാർത്യായനിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ കാർത്യായനി റെസ്റ്റോറൻറ്റ് ബാർ വരുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ആക്ച്വലി ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്. ബേസിക്കലി നമ്മൾ പണ്ട് ചേർത്തല റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ റൈറ്റ് സൈഡിൽ വരും.
ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചേർത്തല ടൗൺ, അതായത് ചേർത്തല KSRTC സ്റ്റാൻഡിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ ആ ഒരു കട്ടിങ് ആണ് അവിടെ വരുന്നത്. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും മിക്കവാറും തന്നെ. പറഞ്ഞു തീർന്നില്ല, അവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല, അത് വേറെ ഒന്നുമല്ല, ഇവിടെ റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഞാൻ രാജ്മാർഗ് യാത്ര ആപ്പിലൂടെ 2 പ്രാവശ്യം കംപ്ലൈൻറ്റ് റേസ് ചെയ്തായിരുന്നു. എന്നിട്ട് അവർ ആ ടിക്കറ്റ് ക്ലോസ് ചെയ്തു, ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഫിക്സ് ചെയ്തു. പക്ഷെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് കുറച്ച് സിമെൻറ്റും മെറ്റലും വാരി ഇവിടെ ഇട്ടിട്ട് പോയി. 2 ദിവസത്തെ മഴ കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം 4 വഴിക്ക് പോയി. വളരെ മോശം അവസ്ഥയായി. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇവിടെ ഒരു എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. ഇങ്ങോട്ട് ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു റാമ്പ് പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ വെറുതെ കൊണ്ടുവന്ന് സിമെൻറ്റോ ടാറോ എന്തൊക്കെയോ മിക്സ് ചെയ്ത് അവിടെ വാരിക്കൂട്ടി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഇടയ്ക്ക് നിന്ന് പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട്. അതാണ് അവസ്ഥ. ആ സിറ്റുവേഷൻ കൊണ്ടാണ് അവിടെ ബ്ലോക്ക് വരുന്നത്. അപ്പം ഞാനിതിലെ മിക്കവാറും തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ രാജ്മാർഗ് യാത്ര ആപ്പ് എടുക്കും. നമ്മുടെ ആനുവൽ ടോളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എടുക്കില്ല, നമ്മുടെ ആനുവൽ പാസ് എടുക്കില്ലേ ടോളിൻ്റെ, ആ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. NH66 നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മോശം റോഡ് അല്ലെങ്കിൽ അങ്ങനെ മോശം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ് രാജ്മാർഗ് യാത്ര ആപ്പ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവർക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ബേസിക്കലി നമ്മൾ ആ ആപ്പ് എടുക്കുക, അതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ. അപ്പോൾ അതെടുക്കുമ്പോൾ അതിനകത്ത് പല കാറ്റഗറിയിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മളവിടെ കാണുന്നത്, ഇപ്പോൾ മോശം റോഡാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാരിയറോ, എന്തെങ്കിലും കോൺക്രീറ്റ് ബാരിയറോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ട്, അത് ആൾക്കാർക്ക് അപകടകരമായ രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ആ ആപ്പിനകത്തുകൂടി റിപ്പോർട്ട് റേസ് ചെയ്തിട്ട്, കംപ്ലൈൻറ്റ് റേസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അതും ഒരുപാട് ലാഗൊന്നും അടിക്കുന്നില്ല. ഞാൻ ഒരു ദിവസം വൈഫിനെ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇങ്ങനെ കണ്ടു, വൈഫിനെ കൊണ്ടാണ് സംഭവം എടുപ്പിച്ചിട്ട് ഇട്ടത്. അത് നമുക്ക് അതിന് ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. അപ്പോൾ അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തെ കാര്യം പോലും ഇല്ല. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് ആപ്പിനകത്ത് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്പോൾ ഓൾറൈറ്റ്, നമ്മൾ ഹൈവേന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചേർത്തല ടൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞാനിങ്ങനെ വീക്ക്ലി 1 or 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇവിടുത്തെ റോഡിൻ്റെ സ്റ്റാറ്റസുകളും കാര്യങ്ങളും ഇത് വഴി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ ലൈക്ക് അടിക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓൾറൈറ്റ്, താങ്ക് യു ഗൈസ്. ഹാവ് എ സേഫ് ജേർണി.